പിന്നെ റാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, റിട്രീവൽ ഓഗ്മെന്റഡ് സിസ്റ്റം. അത് നമ്മൾ ചാറ്റ് ജി പി ടി പോലെ ഒരു മോഡലായിട്ട് സംവേദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ കൂടുതൽ ടെക്സ്റ്റുകളും ഡാറ്റയും എല്ലാം കാണിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പൊ അതിപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സങ്കേതമാണ്. ഇതിലൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇവൻ ദോ അവർ പറയുന്നു പിന്നീട് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, കൊമേഴ്സ്യൽ യൂസിന് ഇല്ല എന്ന് നമ്മളോട് ഡിക്ലെയർ ചെയ്താൽ പോലും കളിക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറുന്ന രീതിയാണ് കമ്പനികൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. 10 വർഷം മുമ്പേ ഇതെല്ലാം പറഞ്ഞാലും 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രൈവസി ലോസ് ഇവര് റെഗുലേഷൻ വഴിയോ അല്ലാതെയോ ഒക്കെ ഇത് അമെൻഡ് ചെയ്തിട്ട് ഓക്കെ ഇത് നമ്മൾ ഇനി കൊമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കും എന്ന് വലിയ കമ്പനികളും ചെറിയ കമ്പനികളും ഒക്കെ അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതോടൊപ്പം ഡീപ് സീക്ക് പോലെയുള്ള കമ്പനികൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. എങ്ങനെയാണ് അവർ ട്രെയിനിങ് ഡാറ്റ അക്യുമുലേറ്റ് ചെയ്തതെന്നും അതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട് എന്തായിരുന്നു എന്നൊന്നും ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു എന്നൊക്കെ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ പിക്ചർ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ രഹസ്യാത്മകത അതിലുണ്ട്. പ്രത്യേകിച്ചും ഇതിന് വലിയ ഗ്ലോബൽ ജി ഡി പിയിൽ ഏതാണ്ട് 7% വ്യത്യാസം ഈ AI മോഡലുകൾ ഉണ്ടാക്കുമെന്നാണ് ഒരു കണക്ക് കണ്ടത്. അങ്ങനത്തെ വലിയൊരു ചേഞ്ച് ചുരുങ്ങിയ കാലത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് വലിയ പണം ഉണ്ട് എന്ന് കണ്ടിട്ടാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ചാറ്റ് ജി പി ടി മോഡലുകളൊക്കെ വന്നതോടുകൂടി എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു. ജനറേറ്റീവ് AI കൊടുക്കുന്ന ഫണ്ടിങ് കൂടി എല്ലാവരും നിലവിലുള്ള മോഡലുകളെല്ലാം എടുത്ത് ജനറേറ്റീവ് AI ലേബലുകൾ, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ള ലേബൽ ഇടാൻ തുടങ്ങി. എല്ലാ സ്റ്റാർട്ടപ്പുകളും ആ ലൈനിക്ക് തിരിയാൻ തുടങ്ങി. അപ്പൊ ഇത് പണം എവിടെ വരുന്നു ആ വഴിക്ക് തിരിച്ചുവിടുന്നതും ഒരു പ്രവണതയാണ്.